കടലുണ്ടി പക്ഷിക്കൂട്ടങ്ങൾക്ക് പറുദീസയാണ്. അത്യപൂർവമായി കാണുന്ന പക്ഷികളും കണ്ടൽ ചെടികളും ഇവിടെ നമ്മൾക്ക് കാണാനാകും. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പോലും കടലുണ്ടി കടവത്തേക്ക് പക്ഷികൾ ചേക്കേറാറുണ്ട്. പക്ഷി നിരീക്ഷകരല്ലാത്ത ആളുകളുടെ ഇടയിലൊക്കെ കടൽക്കാക്കകൾ മാത്രമാണ് ഇവിടുത്തെ മൈഗ്രേറ്ററി ബേർഡ് എന്ന് പറയുന്നത്. അതേസമയത്ത് ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ പക്ഷികൾ വരുന്നുണ്ട്. അതുതന്നെ ഈ അലാസ്ക, സൈബീരിയ, ആർട്ടിക് തുണ്ടർ അങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ, അതുപോലെ പല രാജ്യങ്ങളിൽ നിന്നുമാണ് ഇവിടെ പക്ഷികൾ വരുന്നത്. ഈ സീസണിൽ വന്ന ഒരു പ്രധാനപ്പെട്ട പക്ഷിയാണ് ആവോസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പക്ഷി. അത് ഒരുപാട് വർഷങ്ങൾക്ക്, ഒരു 15 വർഷം മുന്നെയാണ് അവസാനമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ചെറു തോണിയിൽ യാത്ര തുടങ്ങിയ ഞങ്ങൾ എത്തിയത് ഒരു മണൽത്തിട്ടയിലേക്ക്. എന്നാൽ ദേശാടന കിളിക്കൂട്ടങ്ങളെ കാണാനായി അവിടെ എത്തിയ ഞങ്ങൾക്ക് നിരാശരാകേണ്ടി വന്നു. തീറ്റപ്പാടങ്ങളിൽ കയ്യിലുണ്ടാവുന്ന പക്ഷികളെ കണ്ട് ആശ തീർക്കേണ്ടി വന്നു. കാരണം എന്തെന്ന് അധികൃതരോട് തന്നെ ചോദിച്ചു. പരിസ്ഥിതിയും സംരക്ഷിക്കണം, അതുപോലെ തന്നെ ഇവിടെ വരുന്ന ദേശാടന പക്ഷികളുടെ തീറ്റത്താവളങ്ങളും സംരക്ഷിക്കണം. എന്തു തന്നെ ആയാലും പ്രകൃതിയുടെ ആ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ കാണുന്ന കണ്ടൽ ചെടികളിൽ ഒരു ഇനമായ നക്ഷത്രക്കണ്ടൽ, അത് ധാരാളം വളർന്ന് ഈ പക്ഷികൾക്ക് തീറ്റ തേടുന്ന സ്ഥലത്തേക്ക് കൂടുതൽ കയറി വരുന്നുണ്ട്. അത് ശരിക്കും നീക്കം ചെയ്യേണ്ടത് തന്നെയാണ്. ആ പക്ഷിപ്രേമികൾ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ്. കമ്മ്യൂണിറ്റി റിസർവിൽ നിന്നും ഉപജീവന മാർഗം കണ്ടെത്തുന്ന നാട്ടുകാരും ഇന്നേറെ നിരാശയിലാണ്. ഞാനിവിടെ നിന്ന് 45 വർഷമായി കടലുണ്ടിപ്പുഴയായിട്ട് ജീവിച്ചു പോകുന്ന ആളാണ്. പണ്ട് മണൽ വാരണ പണിയായിട്ടും പിന്നെ ഫിഷിംഗ് ആയിട്ടും പല ജോലിയും ചെയ്യുന്നത് പുഴയായിട്ട് ജീവിച്ചു പോകുന്ന ആളാണ്. ഇപ്പോഴത്തെ സ്വാഭാവികം എന്ന് പറഞ്ഞിട്ടാണെങ്കിലും മണൽ വന്ന് അടിഞ്ഞ് കൂടിയിട്ട് തോണി സർവീസ് നടത്താൻ കഴിയാത്തൊരവസ്ഥയാണ്. വേലിയേറ്റത്തിന് മാത്രമേ കണ്ടൽക്കാടുകൾ കയറാൻ കഴിയുള്ളൂ, പുഴയിൽ കൂടെ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. അഴിമുഖത്ത് കൂടെ മണൽ അടിഞ്ഞ് കണ്ടമാനം ഒരുപാട് കൂടിപ്പോയി. പണ്ടത്തെ കാലത്ത് കൂടിയാലും ശരിയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഏത് സമയത്തും വേലിയിറക്കത്തിനും തോണി പോകാനുള്ള നല്ല സൗകര്യമായിരുന്നു. ഇപ്പോൾ തോണി പോകാനുള്ള സൗകര്യമില്ല. കൊല്ലം കൂടുന്തോറും പുഴയുടെ ആഴം കുറഞ്ഞ് മണൽ കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വരികയാണ്. ഈ നാടിൻ്റെ ജീവനാഡിയായ കടലുണ്ടി പുഴയെ മരണത്തിലേക്ക് തള്ളിവിടരുത്. സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ അതിനേറെ സമയം വേണ്ടിവരില്ല. പ്രകൃതിയുടെ ജൈവ വൈവിധ്യം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വികസനം തന്നെയാണ് കടലുണ്ടിക്കാരും ആവശ്യപ്പെടുന്നത്. ഈ പക്ഷികളും കണ്ടൽക്കാടും ഒരുപോലെ തന്നെ ഈ നാടിന് ആവശ്യമാണ്. കടലുണ്ടിയിൽ നിന്നും പ്രജോഷ് കുമാറിനൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.